എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ IT-യിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. 2023 PSC ആവർത്തിച്ച ചോദ്യങ്ങളാണ്. എന്താണ് സ്പാം, അതേപോലെ തന്നെ ബ്ലൂടൂത്തിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്, ഇവയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ്. അത്തരം ചോദ്യങ്ങളുടെ ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് വേഗം ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം ഗേറ്റ്വേ. എന്താണ് ചോദ്യം? ഒന്നുകൂടെ നോക്കാം. വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര്? ഉത്തരം ഗേറ്റ്വേ. ഗേറ്റ്വേയുടെ പ്രത്യേകതകൾ നോക്കാം. ഒരു തരത്തിലുള്ള പ്രോട്ടോകോളിനെ മറ്റൊരു തരത്തിലേക്ക് വിവർത്തനം ചെയ്യുവാനും ഇവയ്ക്ക് കഴിയുന്നു എന്നത് ഗേറ്റ്വേയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഒരു ശൃംഖലയിൽ നിന്ന് മറ്റൊരു ശൃംഖലയിലേക്കുള്ള പ്രവേശന കവാടമായി ഗേറ്റ്വേ ഉപയോഗിക്കുന്നു. ഒരു ശൃംഖലയിൽ നിന്ന് മറ്റൊരു ശൃംഖലയിലേക്കുള്ള പ്രവേശന കവാടമായി ഉപയോഗിക്കുന്നത് ഗേറ്റ്വേ ആണ്. ഇതോടൊപ്പം കൺഫ്യൂഷൻ ഉണ്ടാവുന്ന 2-3 കാര്യങ്ങളാണ് സ്വിച്ച്, ബ്രിഡ്ജ്, റൂട്ടർ. അപ്പോൾ നമുക്ക് റൂട്ടർ എന്താണെന്ന് നോക്കാം. ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരേപോലുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളതുമായ 2 ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് റൂട്ടർ. അപ്പോൾ ഗേറ്റ്വേയും റൂട്ടറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് റൂട്ടർ? ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരേപോലുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളതുമായ 2 ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണത്തെയാണ് റൂട്ടർ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഗേറ്റ്വേ എന്ന് പറയുന്നത് വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സ്വിച്ച് എന്താണെന്ന് നോക്കാം. നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല രൂപീകരിക്കുവാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോട് കൂടിയ ഉപകരണമാണ് സ്വിച്ച്. എന്താണ് സ്വിച്ച്? നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല രൂപീകരിക്കുവാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോട് കൂടിയ ഉപകരണത്തെയാണ് സ്വിച്ച് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇനി നോക്കാനുള്ളത് ബ്രിഡ്ജ് എന്താണെന്നാണ്. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളും സെറ്റായില്ലേ? ഗേറ്റ്വേ, ബ്രിഡ്ജ്, റൂട്ടർ, സ്വിച്ച്. ഒക്കെ 4 വ്യത്യസ്തമായ കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു തവണ കേട്ടാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ട് ക്ലിയർ ആക്കുക. സംശയം വരികയാണെങ്കിൽ എഴുതിയെടുക്കുക. ഓക്കെ, എഴുതിയെടുത്തിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡക്ക് ഡക്ക് ഗോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഡക്ക് ഡക്ക് ഗോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ഇത് ഒരു സെർച്ച് എഞ്ചിനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് സെർച്ച് എഞ്ചിൻ? അത് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ജനങ്ങൾക്ക് ഉപകാരപ്രദമായി വേൾഡ് വൈഡ് വെബിൽ ലഭ്യമായ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി സഹായിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക തരം പ്രോഗ്രാമുകളെയാണ് ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെച്ചേക്കാം. സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗൂഗിൾ, യാഹൂ, അൾട്ടാ വിസ്റ്റ, ബിങ്, ask.com, എക്കോഷ്യ, ഇന്റർനെറ്റ് ആർച്ചീവ് ഇവയെല്ലാം സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണമാണ്. ലോകത്തിലെ ആദ്യ സെർച്ച് എഞ്ചിൻ ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർച്ചിയാണ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സെർച്ച് എഞ്ചിനാണ് ഗുരുജി. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സെർച്ച് എഞ്ചിനാണ് ഗുരുജി. ബിങ് എന്ന സെർച്ച് എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത കമ്പനി മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിനാണ് ബിങ്. ബിങ് എന്ന സെർച്ച് എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആർച്ചിയാണ്.
ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സെർച്ച് എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഗുരുജി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതം ഇല്ലാതെ ഒരു സേവനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാംസ് എന്നറിയപ്പെടുന്നത്. എന്താണ് സ്പാം? ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതം ഇല്ലാതെ ഒരു സേവനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാം എന്നറിയപ്പെടുന്നത്. ഈ സ്പാമുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പദങ്ങളാണ് കമ്പ്യൂട്ടർ വൈറസ്, ഫിഷിംഗ്, ഹാക്കിംഗ് മുതലായവ. സ്പാമുകളെ ജങ്ക് മെയിലുകൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ പ്രചാരണത്തിന് വേണ്ടി എല്ലാവർക്കും അയക്കപ്പെടുന്ന സന്ദേശങ്ങളെയാണ് സ്പാമുകൾ അല്ലെങ്കിൽ ജങ്ക് മെയിലുകൾ എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? ക്രീപ്പർ. ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസായി അറിയപ്പെടുന്നത് ക്രീപ്പറിനെയാണ്. ആദ്യ മൊബൈൽ ഫോൺ വൈറസ് ആണ് കാബിർ. ആദ്യത്തെ മൊബൈൽ ഫോൺ വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാബിർ ആണ്. ലോകത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൈറസ് ക്രീപ്പർ. ആദ്യ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ആണ് എൽക്ക ക്ലോണർ. ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് എൽക്ക ക്ലോണർ. ഏറ്റവും അപകടകാരിയായ കമ്പ്യൂട്ടർ വൈറസ് ആണ് ഫ്ലെയിം. ഏറ്റവും അപകടകാരിയായ കമ്പ്യൂട്ടർ വൈറസ് ആണ് ഫ്ലെയിം. വൈറസ് പ്രോഗ്രാം എഴുതുന്ന വ്യക്തികളെ അറിയപ്പെടുന്ന പേരാണ് വിക്സർ. വിക്സർ എന്നാണ് വൈറസ് പ്രോഗ്രാം എഴുതുന്ന വ്യക്തികളെ അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ വൈറസുകൾക്ക് ഉദാഹരണങ്ങളാണ് ഐ ലവ് യു, സാസർ, സ്റ്റക്ക് നൈറ്റ്, കോഡ് റെഡ്, മെലീസ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വൈറസുകൾക്ക് ഉദാഹരണങ്ങൾ? ഐ ലവ് യു, സാസർ, സ്റ്റക്ക് നൈറ്റ്, കോഡ് റെഡ്, മെലീസ. ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ട വൈറസുകൾക്ക് ഉദാഹരണങ്ങളാണ്. എന്താണ് ഫിഷിംഗ് എന്ന് നോക്കാം. ഓൺലൈനിലൂടെ നടക്കുന്ന ഒരു തരം വ്യക്തി വിവര മോഷണത്തെയാണ് ഫിഷിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഓൺലൈനിലൂടെ നടക്കുന്ന ഒരു തരം വ്യക്തി വിവര മോഷണത്തെയാണ് ഫിഷിംഗ് എന്ന് അറിയപ്പെടുന്നത്. പ്രമുഖ ബാങ്കുകളുടെയോ ധനകാര്യ സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റുകളോട് സാമ്യം തോന്നത്തക്ക രീതിയിൽ URL-ഉം ഹോം പേജും നിർമ്മിച്ച് അതിലൂടെ ഇടപാടുകാരുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡുകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയവ കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന വെബ് പേജ് നിർമ്മാണത്തെ അറിയപ്പെടുന്നത് സ്പൂഫിംഗ് എന്നാണ്. ഇത്തരത്തിൽ ഫിഷിംഗിന് വേണ്ടി തയ്യാറാക്കുന്ന ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വെബ് പേജ് നിർമ്മാണത്തെ അറിയപ്പെടുന്ന പേരാണ് സ്പൂഫിംഗ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ഇൻപുട്ട് ഉപകരണത്തിന് ഉദാഹരണമാണ് ഉത്തരം സ്കാനർ. സ്കാനർ ഒരു ഇൻപുട്ട് ഉപകരണത്തിന് ഉദാഹരണമാണ്. പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? മൗസ്, കീബോർഡ്, സ്കാനർ, ലൈറ്റ് പെൻ മുതലായവ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങളാണ്. ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇൻഫർമേഷൻ നൽകുന്നതിന് ആവശ്യമായ വസ്തുതകൾ നൽകുന്ന ഭാഗമാണ് ഇൻപുട്ട് യൂണിറ്റ്. എന്താണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് ആവശ്യമായ വസ്തുതകൾ നൽകുന്ന ഭാഗത്തെയാണ് ഇൻപുട്ട് യൂണിറ്റ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം കൂട്ട്. കൂട്ട് എന്നതാണ്. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര്. അപ്പോൾ ഈ ബച്പൻ ബച്ചാവോ ആന്തോളൻ പദ്ധതി നടപ്പിലാക്കിയ വ്യക്തിയുടെ പേരെന്താണ്? കൈലാഷ് സത്യാർത്ഥി, നോബൽ പ്രൈസ് ജേതാവാണ്. നമ്മളിവിടെ പഠിക്കുന്നത് കൂട്ടിനെ കുറിച്ചാണ്. കൂട്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം. കൂട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2022 ജൂലൈ 26-നാണ്
കൂട്ട് എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ കൂട്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി പി ഹണ്ട് ഓപ്പറേഷനുകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് എതിരെയുള്ള ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ കൂടിയ ജില്ലകളിൽ കൗൺസിലിംഗ് സെന്ററുകൾ, നിയമസഹായ കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നുണ്ട്. എന്താണ് പി ഹണ്ട്? കുട്ടികൾക്കെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങൾക്കെതിരെ കേരള പോലീസ് ആരംഭിച്ച പ്രത്യേക ഓപ്പറേഷൻ വിഭാഗമാണ് പി ഹണ്ട്. പി ഹണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്കെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങൾക്കെതിരെ കേരള പോലീസ് ആരംഭിച്ച പ്രത്യേക ഓപ്പറേഷന്റെ പേരാണ് പി ഹണ്ട്. ഈ പദ്ധതിയുടെ കൂടെ ഒരു ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയെ കുറിച്ച് പഠിക്കാം. അമ്മ മനസ്സ്. എന്തിനാണ് അമ്മ മനസ്സ് എന്ന പദ്ധതി? ഗർഭകാലത്തും അതിനുശേഷവും സ്ത്രീകൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അമ്മ മനസ്സ്. കൂടെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ കൂടെ നമുക്ക് പഠിച്ചേക്കാം. 1056 ആണ് ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? സെക്ഷൻ 66D പ്രകാരമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ശിക്ഷ നടപ്പിലാക്കുന്നത്. IT ആക്ട് 2000 ആൻഡ് 2008 ഇവയിൽ ഉൾപ്പെട്ട സെക്ഷൻ 66D പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്. എന്തിനുള്ള ശിക്ഷയാണ്? കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് സെക്ഷൻ 66D. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസമായി ആചരിക്കുന്ന മാസം ഏതാണ്? ഉത്തരം ഒക്ടോബർ. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസമായി ആചരിക്കുന്ന മാസം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഒക്ടോബർ ആണ്. എന്തിനാണ് ഇങ്ങനെയൊരു മാസം ആചരിക്കുന്നത്? പൊതുജനങ്ങൾക്കിടയിൽ സൈബർ സുരക്ഷാ അവബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒക്ടോബർ മാസം ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. ഇപ്പോൾ മാസം ഓർമ്മയുണ്ടല്ലോ. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസമായി ആചരിക്കുന്ന മാസമാണ് ഒക്ടോബർ. ഇതൊക്കെ 2023 IT-യുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ഒന്നും മറക്കാതെ പഠിക്കുക. കാരണം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസിന് മുൻതൂക്കം നൽകിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്ന് മാർക്ക് വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് തീം പഠിച്ചേക്കാം. 2023 ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസത്തിന്റെ പ്രമേയം എന്തായിരുന്നു? സൈബർ സേഫ്റ്റി സ്റ്റാർട്ട്സ് വിത്ത് യു. സൈബർ സേഫ്റ്റി സ്റ്റാർട്ട്സ് വിത്ത് യു എന്നതാണ് 2023 ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസത്തിന്റെ പ്രമേയം. 2022 ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസത്തിന്റെ പ്രമേയം എന്തായിരുന്നു? സീ യുവർ സെൽഫ് ഇൻ സൈബർ, ടുഗദർ വി മേക്ക് ഇറ്റ് സേഫർ. ഇതാണ് 2022 ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസത്തിന്റെ പ്രമേയം. കമ്പ്യൂട്ടർ സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് നവംബർ 30 ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2, ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം മെയ് 17. ഈ 3 ദിവസങ്ങളും ഓർമ്മയിലുണ്ടാവണം. കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ 30, ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2, അതേപോലെ തന്നെ ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം മെയ് 17. നെക്സ്റ്റ്, കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം കീബോർഡ്. കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം എന്ന് അറിയപ്പെടുന്ന ഉപകരണമാണ് കീബോർഡ്. കീബോർഡിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ പറയാം. കീബോർഡിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ക്രിസ്റ്റഫർ ഷോൾസ് ആണ് കീബോർഡ് കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ നിലവിൽ കീബോർഡിലെ കീകളുടെ എണ്ണം എത്രയാണ്? 104 കീകളാണ് കീബോർഡിൽ ഉള്ളത്. കീബോർഡിലെ ഫങ്ഷണൽ കീകളുടെ എണ്ണം 12. ആദ്യമൊക്കെ PSC പരീക്ഷയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നായിരുന്നു ഫങ്ഷണൽ കീയുടെ എണ്ണം. അതായത് ഫങ്ഷണൽ കീകളുടെ എണ്ണം എത്രയാണെന്ന ചോദ്യം സ്ഥിരമായി കാണാറുള്ള ചോദ്യമായിരുന്നു. 12 ഫങ്ഷണൽ കീകളാണ് കീബോർഡിൽ ഉണ്ടായിരിക്കുക.
കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏതാണ്? സ്പേസ് ബാർ. സ്പേസ് ബാർ ആണ് കീബോർഡിലെ ഏറ്റവും വലിയ കീ. കീബോർഡിന്റെ ഇടതുവശത്തെ ഏറ്റവും മുകളിൽ ആയി കാണപ്പെടുന്ന കീ ആണ് എസ്കേപ്പ് കീ. ESC എന്ന് അതിൽ പ്രിന്റ് ചെയ്തിരിക്കും. എസ്കേപ്പ് കീ ആണ് ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന കീ. ഒരു കീ സ്ട്രോക്കിനെ അതിന് സമാനമായ ബിറ്റിലേക്ക് മാറ്റുവാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡിനെ അറിയപ്പെടുന്നതാണ് ആസ്കി. ഒരു കീ സ്ട്രോക്കിനെ അതിനു സമാനമായ ബിറ്റിലേക്ക് മാറ്റുവാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡിനെയാണ് ആസ്കി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? റേഡിയോ തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്. ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് റേഡിയോ തരംഗങ്ങളാണ്. ബ്ലൂടൂത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ജാപ്പ് ഹാർട്ട്സൺ. ജാപ്പ് ഹാർട്ട്സൺ ആണ് ബ്ലൂടൂത്തിന്റെ ഉപജ്ഞാതാവ്. ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളെ നമുക്ക് പരിചയപ്പെടാം. സെൽഫോൺ, ലാപ്ടോപ്പ്, മൗസ്, കീബോർഡ്, ക്യാമറ, ഹെഡ്സെറ്റ് ഇവയെല്ലാം ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ബ്ലൂടൂത്തിന്റെ സവിശേഷതകൾ കൂടി മനസ്സിലാക്കാം. നേർരേഖയിൽ പ്രസരണ ഉപകരണങ്ങൾ സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഒരേ സമയം 8 ഉപകരണങ്ങളെ വരെ ബന്ധിപ്പിക്കാം. വേഗത കുറഞ്ഞ വിനിമയ മാർഗമാണ് ബ്ലൂടൂത്തിൻ്റെത്. ഒന്നുകൂടെ പറയാം, ബ്ലൂടൂത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നേർരേഖയിൽ പ്രസരണ ഉപകരണങ്ങൾ സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. ഒരേ സമയം 8 ഉപകരണങ്ങൾ വരെ ബന്ധിപ്പിക്കാം. ഏറ്റവും വേഗത കുറഞ്ഞ വിനിമയ മാർഗം 1 MBPS വരെയാണ് ഇതിന്റെ വേഗത. നമ്മളിപ്പോൾ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈഫൈയെ കുറിച്ച് പഠിച്ചേക്കാം. നിശ്ചിത പരിധിയിലുള്ള ഒന്നിലധികം കമ്പ്യൂട്ടറുകൾക്കും സ്മാർട്ട് ഫോണുകൾക്കും വയർലെസ് ആയി ഒരേ സമയം ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനമാണ് വൈഫൈ. വൈഫൈയുടെ പൂർണ്ണ രൂപം ചോദിച്ചാൽ വയർലെസ് ഫിഡിലിറ്റി എന്നതാണ് വൈഫൈയുടെ പൂർണ്ണ രൂപം. വൈഫൈയുടെ പിതാവ് വിക് ഹെയ്സ് ആണ് വൈഫൈയുടെ പിതാവായിട്ട് വരുന്നത്. വൈഫൈ ശൃംഖല പ്രവർത്തിക്കുന്നത് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വൈഫൈ ശൃംഖല പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ ബ്ലൂടൂത്തും റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും ഇന്റർനെറ്റ് കണക്ഷൻ പങ്കിടുവാൻ വ്യാപകമായി ഉപയോഗിക്കുന്നത് വൈഫൈ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഉത്തരം വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വാൻ അതിന് ഉദാഹരണമാണ് റെയിൽവേ റിസർവേഷൻ സിസ്റ്റം. ഒരു വ്യക്തിയുടെ പരിധിയിലുള്ള വിനിമയ ഉപകരണങ്ങളുടെ ശൃംഖല അറിയപ്പെടുന്നത് പാൻ എന്നാണ്. PAN പാൻ ശൃംഖലയാണ് ഒരു വ്യക്തിയുടെ പരിധിയിലുള്ള വിനിമയ ഉപകരണങ്ങളുടെ ശൃംഖല അറിയപ്പെടുന്നത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇനി നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ LAN എന്താണെന്ന് നോക്കാം. ഒരു കെട്ടിടത്തിനുള്ളിലോ ഒരു സ്ഥാപന പരിധിക്ക് ഉള്ളിലോ ബന്ധിപ്പിച്ചിരിക്കുന്ന വിനിമയ ഉപകരണങ്ങളുടെ ശൃംഖല അറിയപ്പെടുന്നതാണ് LAN അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. സ്കൂളിലും ഓഫീസുകളിലും സാധാരണയായി ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് കമ്പ്യൂട്ടിങ്ങും പ്രവർത്തനവും വിനിമയ ഉപകരണങ്ങളുടെ വ്യാപനവും ഒരു നഗരപരിധിക്കുള്ളിൽ നിൽക്കുന്ന ശൃംഖലയാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അതായത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന്റെ വൃത്തപരിധി വ്യാപിച്ചു കിടക്കുന്നത് 100 കിലോമീറ്റർ വരെയാണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന്റെ ഉടമസ്ഥതയും നിയന്ത്രണവും ഒരു വലിയ സ്ഥാപനത്തിനോ ഗവൺമെന്റിനോ ആയിരിക്കും. അതിനുദാഹരണമാണ് കേബിൾ TV. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് കേബിൾ TV. 100 കിലോമീറ്റർ പരിധിക്കും അപ്പുറം പ്രവർത്തനം വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെയാണ് വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഇന്റർനെറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ്.
വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ATM ശൃംഖല, റെയിൽവേ, ബാങ്ക് ശൃംഖല, ഗവൺമെന്റിന്റെയും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെയും ശൃംഖല, ടെലിഫോൺ ലൈൻ, സാറ്റലൈറ്റ് ലിങ്ക് ഇവയെല്ലാം വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. നെക്സ്റ്റ്, ഡിജിറ്റൽ എംപവർമെന്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെന്റ് ഇന്നൊവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം ഏത്? ഉത്തരം കൈറ്റ്. ചോദ്യം ഒന്നുകൂടെ പറയാം. ഡിജിറ്റൽ എംപവർമെന്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെന്റ് ഇന്നൊവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം ഏതാണ്? കൈറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ബൂട്ട് അപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വെക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി ഏതാണ്? ഉത്തരം റീഡ് ഓൺലി മെമ്മറി. ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വെക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം റീഡ് ഓൺലി മെമ്മറി. മെമ്മറി യൂണിറ്റുകൾ നമുക്ക് നോക്കാം. പ്രാഥമിക മെമ്മറി, ദ്വിതീയ മെമ്മറി എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സറുമായി നേരിട്ട് ബന്ധപ്പെടുന്നതുമായ മെമ്മറിയാണ് പ്രാഥമിക മെമ്മറി. സ്ഥിരമായി വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതും പ്രോസസ്സറുമായി പ്രാഥമിക മെമ്മറിയിലൂടെ മാത്രം വിവരങ്ങൾ കൈമാറുന്നതുമായ മെമ്മറിയാണ് ദ്വിതീയ മെമ്മറി എന്ന് അറിയപ്പെടുന്നത്. 3 തരത്തിലുള്ള പ്രാഥമിക മെമ്മറികളുണ്ട്. റാം, റോം, ക്യാഷ് മെമ്മറി. എന്താണ് റാം? റാൻഡം ആക്സസ് മെമ്മറി. മൈക്രോ പ്രോസസ്സറിന് ഡാറ്റ സംഭരിക്കുവാനും തിരിച്ചയക്കുവാനും സാധിക്കുന്ന തരം മെമ്മറിയാണ് റാം. റാം കണ്ടെത്തിയത് റോബർട്ട് ഡെന്നാർഡ് ആണ് റാം കണ്ടെത്തിയത്. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്ന മെമ്മറിയാണ് റാം, റാൻഡം ആക്സസ് മെമ്മറി. റോം എന്നത് റീഡ് ഓൺലി മെമ്മറി, ഒരു അസ്ഥിര മെമ്മറിയാണ്. ഇതിൽ നിന്ന് ഡാറ്റ വീണ്ടെടുക്കുവാൻ മാത്രമേ കഴിയൂ. ഇതിന്റെ ഉള്ളടക്കം എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കുകയില്ല. വൈദ്യുത ബന്ധം നിലച്ചാലും ഇതിലെ ഉള്ളടക്കം മാഞ്ഞു പോകാതെ നിലനിൽക്കുന്നു എന്നതാണ് റോമിന്റെ പ്രത്യേകത. ബയോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക ബൂട്ടപ്പ് പ്രോഗ്രാം റോമിൽ അടങ്ങിയിരിക്കുന്നു. റോമിന്റെ ചില പരിഷ്കരിച്ച രൂപങ്ങളാണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇപ്രോം, ഇപ്രോം ഇവയെല്ലാം റോമിന്റെ ചില പരിഷ്കരിച്ച രൂപങ്ങളാണ്. ക്യാഷ് മെമ്മറി എന്നാൽ പ്രോസസ്സറിന്റെയും റാമിന്റെയും, അതായത് പ്രോസസ്സറിന്റെയും മെയിൻ മെമ്മറിയുടെയും ഇടയ്ക്കുള്ള ചെറുതും വേഗതയേറിയതുമായ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. CPUവിന്റെയും മദർ ബോർഡിന്റെയും ഉള്ളിലുള്ള ക്യാഷ് മെമ്മറി സിസ്റ്റത്തിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. അടുത്ത ചോദ്യം, ട്രാൻസ്ലേറ്ററിന് ഉദാഹരണം. ലാംഗ്വേജ് പ്രോസസർ. കമ്പ്യൂട്ടറുമായി ആശയവിനിമയം നടത്താൻ കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഒരു ഭാഷ ഉപയോക്താവിന് ആവശ്യമായി വരുന്നു. കമ്പ്യൂട്ടർ ഭാഷകളെ ഉയർന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷ എന്നും താഴ്ന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷ ഹൈ ലെവൽ ലാംഗ്വേജ് എന്നും ലോ ലെവൽ ലാംഗ്വേജ് എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. താഴ്ന്ന തരത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷയാണ് യന്ത്രാധിഷ്ഠിത ഭാഷ എന്ന് അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിൽ ലഭ്യമായ മെമ്മറിയും രജിസ്റ്ററുകളും ഉപയോഗിച്ച് ഈ ഭാഷയിലുള്ള പ്രോഗ്രാമുകൾ എഴുതപ്പെടുന്നു. മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും വിവിധ തരം ലോ ലെവൽ ലാംഗ്വേജുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഹൈ ലെവൽ ലാംഗ്വേജുകൾ ഉദാഹരണമാണ് ബേസിക്, C++, ജാവ മുതലായവ ഹൈ ലെവൽ ലാംഗ്വേജുകൾക്ക് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളും എല്ലാം വ്യാജ വെബ്സൈറ്റ് വഴി മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേര് എന്താണ്? ഫിഷിംഗ്. എന്താണ് ഫിഷിംഗ്? ഒരു വ്യക്തിയുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളും എല്ലാം വ്യാജ വെബ്സൈറ്റ് വഴി മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഫിഷിംഗ്. ഫിഷിംഗ്, സ്പൂഫിംഗ്, സ്പാം, ഹാക്കിംഗ് ഇവയെ കുറിച്ചെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ തുടക്കത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. 2023 ചോദ്യപേപ്പറിൽ വന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒറ്റ ചോദ്യം പോലും മിസ് ചെയ്യാതെ പഠിക്കുക. കാരണം
PYQവിന് പ്രാധാന്യം കൊടുത്താൽ നമുക്ക് മാർക്ക് വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഈ വീഡിയോയുടെ നോട്ടുകൾ ലഭിക്കാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു. സീ യു സൂൺ.